നമ്മുടെ താലൂക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ചന്ദ്രൻ സാറാണ്. അതുപോലെ മുരുദാസ് സാറുണ്ട്. നമ്മുടെ മറ്റ് ഭാരവാഹികളുണ്ട്. താലൂക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറി പ്രതീഷുണ്ട്. ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി സത്യദാസ്, ട്രഷറർ അമാനുള്ള, എല്ലാവരും നമുക്ക് ഈ പറഞ്ഞ പോലെ പേരെടുത്ത് പറയാൻ കഴിയുന്ന ആളുകൾ തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ എല്ലാ കൊല്ലവും വാർഷിക സമ്മേളനം വളരെ ഭംഗിയായി തന്നെ നമ്മൾ സംഘടിപ്പിച്ചു വരികയാണ്. ഒരു സംഘടന എന്നുള്ള നിലയിൽ നമ്മുടെ എല്ലാ താലൂക്കുകളും കാലാകാലങ്ങളിൽ കൂടുകയും സംഘടനാപരമായി നമുക്ക് ചെയ്യേണ്ട ബാധ്യതകൾ എന്നുള്ള നിലയിൽ അവിടെ റിപ്പോർട്ടും കണക്കും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും ഒക്കെ ചേർന്ന് നമ്മുടെ സംഘടനാ രംഗം സജീവമാക്കാനുള്ള പരിശ്രമമാണ് നമ്മൾ നടത്തുന്നത്. കഴിഞ്ഞ 3 വർഷമായി നിങ്ങൾക്കറിയാം, യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന തലത്തിലുണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങളും അമിതമായ രാഷ്ട്രീയ ആഭിമുഖ്യവും അന്ധമായ രാഷ്ട്രീയ വിധേയത്വവും ഒക്കെ കാട്ടുന്ന സാഹചര്യമാണ് നമ്മെ കൊണ്ട് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുകയും അന്ന് വരെ നമ്മുടെ ജില്ലയിൽ പ്രവർത്തിച്ചിരുന്ന പ്രധാനപ്പെട്ട എല്ലാ ആളുകളും തന്നെ ഈ സംഘടനയുടെ കീഴിൽ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തുടർച്ചയായ പരിപാടികൾ അത് തന്നെയാണ് നമ്മൾ പ്രധാനമായി ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് ശേഷം തുടർച്ചയായ സംഘടന പരിപാടികൾ, പൊതുപരിപാടികൾ നിരന്തരം നമ്മൾ എല്ലാ മാസവും 1 അല്ലെങ്കിൽ ചില മാസങ്ങൾ 2 പരിപാടികളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ സംഘടനാ പ്രവർത്തനം നടത്തുന്നത്. എനിക്കറിയാവുന്നതിന് കഴിഞ്ഞ 30-35 വർഷത്തെ സംഘടനാ പ്രവർത്തനത്തിനിടയിൽ പോലും ഒരിക്കൽ പോലും നമ്മുടെ സംഘടന ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാലാകാലങ്ങളിൽ നടക്കുന്ന ജില്ലാ സമ്മേളനം എല്ലാ പ്രാവശ്യവും നടക്കുമെന്നുള്ളതല്ലാതെ താലൂക്ക് സമ്മേളനങ്ങൾ പോലും കഴിഞ്ഞ ഒരു 5 വർഷമോ അല്ലെങ്കിൽ ഒരു 6 കൊല്ലമോ സമയമേ ആയിട്ടുള്ളൂ എല്ലാ താലൂക്കുകളിൽ തന്നെ നിലയിലുള്ളത്. എന്നാൽ അതിനും താഴേക്ക് യൂണിറ്റ് തലത്തിലേക്ക് പോകാൻ വേണ്ടിയുള്ള പരിശ്രമം നമ്മൾ നടത്തിയിട്ടെങ്കിൽ പോലും അത് ഫലപ്രദമാകാൻ നമുക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. നമുക്ക് അടുത്ത വർഷത്തിൽ നമ്മുടെ കുറേ യൂണിറ്റുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഗ്രാമീണ മേഖലകളിൽ നമ്മുടെ പ്രവർത്തനം എത്തിക്കാനുള്ള പരിശ്രമം നമ്മൾ ആരംഭിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ പക്ഷം. എന്തായാലും നമ്മുടെ താലൂക്കുകളെങ്കിലും ഒരു പ്രൈമറി യൂണിറ്റ് എന്നുള്ള നിലയിൽ കണ്ടുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളെങ്കിലും ഭംഗിയാക്കുവാനുള്ള പരിശ്രമം എന്തായാലും നമ്മൾ നടത്തുകയാണ്. ജില്ലാതലത്തിൽ നമ്മൾ കൈവയ്ക്കാത്ത മേഖലകളില്ല. സാധാരണ ഒരു സാമ്പ്രദായിക യുക്തിവാദത്തിന് അപ്പുറത്ത് നിന്നുകൊണ്ട് രാഷ്ട്രീയ വിഷയങ്ങളിലും മറ്റു സാമൂഹിക പ്രശ്നങ്ങളിലും ഒക്കെ നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. ഇപ്രാവശ്യമാണെങ്കിൽ നമ്മൾ 2 സെക്രട്ടേറിയറ്റിലേക്കുള്ള 2 മാർച്ചാണ് നമ്മൾ നടത്തിയത്. അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം നടപ്പാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ദഫുൽക്കർ ദിനത്തിൽ നടത്തിയ മാർച്ച്, അതിനുശേഷം മതത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് വിമുക്തമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അയ്യപ്പ ജ്യോതിയുമായി ബന്ധപ്പെട്ട് പച്ചയായ രാഷ്ട്രീയം മതകാര്യങ്ങളിലും മതങ്ങൾ രാഷ്ട്രീയത്തിലും ഇടപെടുന്ന രീതിക്കെതിരെ നമ്മളൊരു പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. അതുപോലെ നമ്മൾ വളരെയധികം പരിപാടികൾ, ഇവിടുത്തെ നമ്മുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഉള്ള ആളുകൾ പറയും.
എന്തായാലും ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. അന്ന് നമ്മൾ ഉയർത്തിയ, കഴിഞ്ഞ നമ്മുടെ ജില്ലാ സമ്മേളനം ഉയർത്തിയ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമായിരുന്നു സാംസ്കാരിക രംഗത്തെ ഐക്യം. അത് തന്നെയാണ് നമ്മൾ ഇപ്രാവശ്യത്തെ നമ്മുടെ സമ്മേളനത്തിന്റെ മുദ്രാവാക്യമായി നമ്മൾ അംഗീകരിച്ചത്. നമുക്കറിയാം, സാംസ്കാരിക രംഗത്ത് ഒരുപാട് സംഘടനകൾ, ശക്തിയുള്ളവരുണ്ട്, ശക്തിയില്ലാത്തവരുണ്ട്, പല കാര്യങ്ങളിലും പല അഭിപ്രായങ്ങളുള്ളവരുണ്ട്. പക്ഷെ അവരെ ഒരു പൊതു കുടക്കീഴിൽ കൊണ്ടുവരുവാനുള്ള പരിശ്രമം പലരും പലപ്പോഴും ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ അതിൻ്റെ ഒരു ബോധപൂർവമായ പരിശ്രമം നമ്മൾ നടത്തുകയാണ്. നമുക്കറിയാം, നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മളുമായി ബന്ധപ്പെട്ട പല സംഘടനകളെയും, അവർക്കൊക്കെ ചിലപ്പോൾ ഈ പറയുന്ന ചില സംഘടനകളൊക്കെ പേരിന് മാത്രമുള്ള സംഘടനകളാണ്. 1-2 ആളുകൾ അല്ലെങ്കിൽ ഒരു 3-4 ആളുകളുടെ കയ്യിൽ ഒതുങ്ങുന്ന സംഘടനകൾ. പക്ഷെ അവർക്ക് ആശയങ്ങളുണ്ട്, അവർക്ക് അത് നടപ്പാക്കാൻ അല്ലെങ്കിൽ അത് പ്രായോഗികത്തിൽ വരുത്താൻ വേണ്ടിയുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ അവർക്കില്ല. അത്തരം സംഘടനകൾക്ക് ഒരു കോമൺ പ്ലാറ്റ്ഫോം എന്നുള്ള നിലയിൽ തിരുവനന്തപുരം യുക്തിവാദി സംഘം നിലകൊള്ളുകയാണ്. അതുകൊണ്ട് അത്തരം ആളുകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ, അവരുടെ അഭിപ്രായങ്ങൾ അവർ സ്വയം പറയുന്നതിനപ്പുറം അത് അതിനൊരു കേൾവിക്കാരനായ ഒരു വിഭാഗം ആൾക്കാർ കൂടെ എത്തിച്ചു കൊടുക്കുവാനുള്ള പരിശ്രമം നമ്മൾ നടത്തിയിട്ടുണ്ട്. ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. നമ്മുടെ ജില്ലാ സമ്മേളനം ഡിസംബർ 28 ഞായറാഴ്ച തൈക്കാട് ഗാന്ധി ഭവൻ, ഗാന്ധി സ്മാരകം, അവിടെ അതിൻ്റെ ഹാളിൽ വെച്ചാണ് നടക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സ്റ്റുഡൻറ് സെൻ്ററിലായിരുന്നു, ഇപ്രാവശ്യം തൈക്കാട് ഗാന്ധി സ്മാരകത്തിലാണ്. അപ്പോൾ അതിൻ്റെ പ്രൈമറി വർക്കുകൾ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. 1-2 ദിവസത്തിനുള്ള അതിൻ്റെ നോട്ടീസും മറ്റു കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ കയ്യിലെത്തും. അതിൻ്റെ സാമ്പത്തിക സമാഹരണം ഉൾപ്പെടെ, അതിൻ്റെ പ്രചരണപരമായ കാര്യങ്ങൾ ഉൾപ്പെടെ ഒരു യുക്തിവാദി എന്നുള്ള നിലയിൽ ഏത് പ്ലാറ്റ്ഫോമിലും നിന്നോട്ടെ, പക്ഷെ അവരെ കണ്ടെത്തുവാനും കാണുവാനും നമ്മുടെ നോട്ടീസ് കൊടുക്കുവാനും നമ്മുടെ പരിപാടിയെക്കുറിച്ച് സംസാരിക്കാനും നമുക്ക് കഴിയും. നമുക്കിതിനകത്ത് ഒരു വിവേചനവുമില്ല, നമുക്ക് ആരോടും യാതൊരു വിദ്വേഷവുമില്ല. നമ്മുടെ മുരുകദാസിനെ പോലുള്ളവരൊക്കെ നമ്മുടെ മേഖലയിൽ വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ അദ്ദേഹത്തെ തന്നെ കളിയാക്കുന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ചാപ്പ കുത്തുകയാണ്. നമുക്ക് ഒരു പ്രശ്നവുമില്ല. നമ്മുടെ മേഖലയിൽ എത്തുന്ന ആളുകളെ, എത്തിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ പലപ്പോഴും പിന്തിരിപ്പിക്കുന്ന ഒരു സമീപനമാണ് അപ്പുറത്തുള്ള ചിലരുടെ ഭാഗത്ത്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ശശി സഖാവാണ്, ഇവിടുത്തെ MLA. അദ്ദേഹത്തെ നിരന്തരമായി ബന്ധപ്പെട്ടു. ഈ സംഘം അതൊരു കോൺഗ്രസ് സംഘടനയാണ്, ഇതിന് കേരള യുക്തിവാദി സംഘവുമായി യാതൊരു ബന്ധവുമില്ല, നിങ്ങൾ ഇതിൽ പോകരുത്. ശശി സഖാവിന് നമ്മളെ അറിയാം, അദ്ദേഹവുമായി ഇതിനു മുമ്പ് ബന്ധപ്പെട്ടിട്ടുള്ളതും ഈ സംഘപ്രവർത്തനം നടത്തിയിട്ടുള്ള എല്ലാം ഞങ്ങളാണ്. അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം നമ്മളെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ പറയുന്നല്ലോ. ഞാൻ പറഞ്ഞു, അതിലൊന്നും ഒരു അർത്ഥവുമില്ല സാറേ. ഇന്നലെ വരെ സാർ കണ്ടിട്ടുള്ള ആളുകളൊക്കെ തന്നെ അപൂർവം ആളുകൾ അപ്പുറത്തുണ്ടാവാം, ബാക്കിയുള്ളവരെല്ലാം നമ്മൾ ഒരുമിച്ചാണ്. അദ്ദേഹം കഴിഞ്ഞ സമ്മേളനത്തിൽ വന്നു, വളരെ സന്തോഷത്തോടുകൂടി ആ പരിപാടിയിൽ പങ്കെടുത്തു. അതുപോലെ നമ്മുടെ റൈസ് സഖാവ് AM റൈസ്, അദ്ദേഹം നമ്മുടെ പരിപാടിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്ഥിരം പ്രചാരകനാണ്. അദ്ദേഹത്തെ നിരന്തരമായി ചെന്ന് വീട്ടിൽ ചെന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ചെന്ന് നിരന്തരമായി ഫോണിലൂടെ ബന്ധപ്പെട്ട് നമ്മുടെ പരിപാടിയിൽ പോകരുത് എന്നാണ്. അതായത് നമ്മൾ അന്ധവിശ്വാസത്തിനെതിരെ ഒരു സമരം നടത്തിയാൽ അതിൽ പോകരുത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അപ്പൊ അതിനെതിരെയുള്ള ഒരു പ്രൊപ്പഗൻഡയാണ് അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള സമരം, അതിനെതിരെയുള്ള പ്രൊപ്പഗൻഡയാണ് ഇത്തരം ആളുകൾ നടത്തുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു പ്രശ്നവുമില്ല. ആറ്റിങ്ങലുള്ള MLA അവർ വിലക്കി ഒരു പരിപാടിയിൽ പോകാൻ, അതുപോലെ നെയ്യാറ്റിക്കരയുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ അവിടുത്തെ മുനിസിപ്പൽ ചെയർമാനെ വിലക്കി. നമുക്കതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മൾ അത്തരം ആളുകളെ ഇനിയും കാണും, ഇനിയും ബന്ധപ്പെടും, നമ്മൾ പ്രവർത്തിക്കും. കഴിഞ്ഞ പരിപാടി ദേശാഭിമാനിയിൽ ചെന്ന് അവർ സംഘടിതമായി പറഞ്ഞു, ഈ തിരുവനന്തപുരം യുക്തിവാദി സംഘത്തിന്റെ പ്രോഗ്രാമിന്റെ പരിപാടികൾ
നിങ്ങൾ ദേശാഭിമാനി ഇടരുത് എന്നാ വിളിച്ചെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് തിരിച്ചിങ്ങോട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. ഞങ്ങൾ അവരുടെ പറഞ്ഞു, ഏതെങ്കിലും പരിപാടി അവർ നടത്തുന്നു നോക്കിയെങ്കിൽ നിങ്ങൾ ഇടുക, കുഴപ്പമില്ല. നമ്മൾ നടത്താത്ത ഒരു പരിപാടി ഇടണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ നടത്തുന്ന പരിപാടിയുടെ ന്യൂസാണ് തരുന്നത്, അത് ഇടാൻ നിങ്ങൾക്ക് സൗകര്യപ്പെടുകയും ഇടുക. അപ്പൊ എല്ലാ മാസവും ഇതുപോലെ പത്രത്തിൽ ന്യൂസ് വരുന്നു, നമ്മുടെ പ്രോഗ്രാം നടത്തുന്നു, കാര്യമായ പ്രചരണം കിട്ടുന്നു. അതിന് പകരമായി വർക്ക് നടത്തി, പ്രചരണം നടത്തി, പരിപാടികളിട്ട് മുന്നോട്ട് പോകുന്നതിന് പകരം മുന്നോട്ട് പോകുന്ന ആൾക്കാരുടെ പിന്നിൽ നിന്ന് ഭരിക്കുന്ന സ്വഭാവം, അത് ഒരു സംഘടനയ്ക്ക് യോജിച്ചതല്ല, ഒരു സംഘടനാ പ്രവർത്തകന് യോജിച്ചതല്ല. അത്തരം സമീപനങ്ങളാണ് നിർഭാഗ്യവശാൽ പലയിടത്തും കാണുന്നത്. ഞാൻ നമ്മുടെ ഈ പറയുന്ന കുടുംബ മീറ്റിംഗ് ആയതുകൊണ്ട് മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. നമുക്ക് ആരോടും ഒരു വിരോധവുമില്ല. യുക്തിവാദം പ്രചരിപ്പിക്കണം, പരമാവധി പ്രചരിപ്പിക്കണം. അതിനുവേണ്ടിയുള്ള ഏതെല്ലാം വേദികൾ കിട്ടിയാൽ അതിൽ പോവുക. നമ്മുടെ കൂടെ ഉള്ള EPN അല്ലെങ്കിൽ നമ്മുടെ വേണുഗോപാൽ, അവരൊക്കെ ഈ പറയുന്ന പരിപാടികളിൽ പോയി പങ്കെടുക്കുന്നുണ്ട്. പലപ്പോഴും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ രാജൻ സാർ ഇങ്ങനെ പരിപാടിക്ക് വിളിച്ചിട്ടുണ്ട്, പ്രദീപ് സാറെ ഞാൻ പോകണം. നമുക്ക് കിട്ടുന്ന വേദികൾ നമ്മൾ ഉപയോഗിക്കുക. ആര് സംഘടിപ്പിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം, അവിടുത്തെ വിഷയം എന്താണ്, ആ വിഷയത്തിൽ നമുക്ക് യോജിപ്പുണ്ടോ, ഉണ്ട് എങ്കിൽ അതനുസരിച്ച് സംസാരിക്കാൻ നമുക്ക് കഴിയണം. ആ വേദി ഉപയോഗിക്കണമെന്ന് തന്നെയാണ് അവരോടെല്ലാം പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നത്, പക്ഷെ അവരുടെ ഭാഗത്ത് നിന്ന് നിർഭാഗ്യവശാൽ അതൊരു സമീപനമല്ല. നമുക്കറിയാം, ഇപ്പൊ അവരുടെ ജില്ലാ സമ്മേളനം ഉൾപ്പെടെ ഇപ്പൊ കഴിഞ്ഞു. ആറ്റിങ്ങല്ല കല്ലമ്പെടുത്ത് വെച്ച് 19 പേരുണ്ടായിരുന്നു. നമ്മുടെ തിരുവനന്തപുരം താലൂക്ക് സമ്മേളനത്തിന്റെ അത്ര പോലും ഇല്ല അവരുടെ ജില്ലാ സമ്മേളനം എന്ന് പറഞ്ഞാൽ. അതാണ് അവരുടെ സ്ഥിതി. അപ്പോ കാര്യങ്ങൾ എന്താ ആയിക്കോട്ടെ, അവർ വർക്ക് ചെയ്യണം, അവർ സംഘടിപ്പിക്കണം, പരിപാടികൾ ഇടണം, അവർ മുമ്പോട്ട് പോകണം. നമുക്ക് ഈ പറയുന്ന അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ 5 സംഘടനകൾ 5 പരിപാടി നടത്തിയോ 10 പരിപാടി നടത്തിയോ ഒക്കെ നടത്തിയ കൂടുതൽ ആളുകളിലേക്ക് എത്തും. അത് സംഘടനാപരമായും ആശയപരമായും നമ്മുടെ വളർച്ചയ്ക്ക് കാരണമാണ്. നമുക്കറിയാം, ഒരു സംഘടന എന്നുള്ളത് നമ്മൾ നടത്തിയിരുന്ന ഒരു വർഷം നടത്തിയിരുന്ന 8 or 10 പരിപാടികൾ ഇപ്പൊ 18-20 പരിപാടികൾ നമ്മൾ നടത്തുന്നുണ്ട്. അവരും ഒരു 5-6 പരിപാടികൾ അവരും നടത്തുന്നുണ്ട്. അത്രയും നല്ലതല്ലേ? എന്തായാലും നമ്മുടെ സാമൂഹിക രംഗത്ത്, സാംസ്കാരിക രംഗത്ത് അതെല്ലാം നല്ലത് തന്നെയാണ്. അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ ഇന്നത്തെ ദിവസം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് അടിത്തത്തിനെതിരെയുള്ള സമരത്തിന്റെ 100 വർഷം തികയുകയാണ്. അമ്പലത്തിന്റെ പരിസരത്ത് നിന്ന് ആ തീണ്ടൽ പലക കേളപ്പൻ വലിച്ചെറിഞ്ഞ ആ ദിവസം, അപ്പൊ അതിന്റെ സെന്ററി ദിവസമാണ്. യാദർച്ഛികമായിട്ട് നമ്മുടെ ഈ ദിനം വന്നുപെട്ടു എന്നേ ഉള്ളൂ. അപ്പോ ഇന്നും അത്തരം തീണ്ടൽ പലകകൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും കൂടി ലിങ്ക് ചെയ്ത് പറയുന്നത്. ആശയരംഗത്ത് പോലും തീണ്ടലുകൾ സാംസ്കാരിക രംഗത്തെ പുഴുക്കുത്തുകളാണ്. അപ്പൊ ഇത്തരം പുഴുക്കുത്തുകൾക്ക് എതിരെ നിൽക്കുവാൻ നമുക്ക് വിപുലമായ ഒരു സാംസ്കാരിക ഐക്യമുന്നണിയാണ് അനിവാര്യം. പല സംഘടനകളുണ്ട്, നമുക്ക് പരമായി പരിശ്രമിക്കാം എല്ലാ സംഘടനകളെയും ഒരുമിപ്പിച്ചു കൊണ്ടുവരുവാൻ. നമുക്ക് അടുത്തൊരു വർഷം നമ്മൾ അതിൽ കുറെ കൂടെ സംഘടനകളെ ഒരുമിപ്പിച്ചുകൊണ്ട് നമുക്ക് സാംസ്കാരിക രംഗത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കൂടുതൽ ചെയ്യുവാൻ, ഒരു വലിയ ശക്തിയായി ചെയ്യുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഇപ്പോൾ തന്നെ നമുക്ക് ഏറ്റവും അവസാനമായി നമ്മൾ പുതിയൊരു കാര്യവുമായി ബന്ധപ്പെട്ട്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മറ്റ് സംഘടനകളുമായി ഒരു സംഭാഷണം നടന്നു വരികയാണ്. തീർച്ചയായും എതിർക്കപ്പെടേണ്ട, ഒരു യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം എതിർക്കപ്പെടേണ്ട ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. നമുക്കറിയാം, അതിനകത്ത് ഈ പുതിയ പോളിസിയിൽ അനുസരിച്ച് അന്ധവിശ്വാസങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. ശാസ്ത്രത്തെ വളച്ചൊടിച്ച് ശാസ്ത്ര ആഭാസം പ്രചരിപ്പിക്കുന്നു. നമ്മുടെ ചരിത്രത്തെ വളച്ചൊടിച്ച് എന്തൊക്കെയോ ആക്കി തീർക്കുന്നു. ഗാന്ധി, നെഹ്റു ഒന്നുമല്ല നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗം. അവരെയൊക്കെ വികൃതമാക്കുന്നു.
ഞങ്ങൾക്ക് ഒരു സ്ഥാനവുമില്ല. ഇന്നലെ നമ്മുടെ രാജാറാം മോഹൻ റോയിയെ കുറിച്ചാണ് ഏറ്റവും അവസാനത്തെ അവരുടെ പ്രചരണം. രാജാറാം മോഹൻ റോയ് ബ്രിട്ടീഷുകാരൻ്റെ ഏജന്റായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനം വന്നിട്ടുള്ളത്. അതുപോലെ ഈ ഗണപതിയുടെ കഥ, പശുവിന്റെ കാര്യങ്ങൾ, ഇതൊക്കെയാണ് പുതിയ പാഠ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അടുത്ത് വരാൻ പോകുന്നത്. അപ്പൊ അത്തരം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ അവരുടെ കാവ്യവൽക്കരണത്തിന്റെ ഏറ്റവും അനുയോജ്യമായ നിലയിൽ ആക്കുവാനുള്ള പരിശ്രമം ബോധപൂർവം നടത്തുകയാണ്. അവിടെയാണ് നിർഭാഗ്യവശാൽ നമ്മുടെ സർക്കാരും കൂടെ നിന്നു കൊടുത്തത്. ഇന്നലെ എന്തായാലും CPM-ന്റെ പോളിറ്റ് ബ്യൂറോ ആ പദ്ധതിയുമായി പോകണ്ട എന്ന് തീരുമാനിച്ചു. വളരെയധികം സന്തോഷം. നമ്മൾ അന്നേ പറഞ്ഞതാണ് ഇത് തെറ്റാണ്. അവരും ആദ്യം തെറ്റാണെന്ന് പറഞ്ഞവരാ. പക്ഷെ 4 കാശ് കിട്ടുമെന്നുള്ളത് കൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ അഭിപ്രായങ്ങൾക്ക് എതിര് നിൽക്കരുത്. അതാണ് സംഭവിച്ചത്. എന്തായാലും CPM ഉൾപ്പെടെയുള്ളവർ അതേ ലൈനിൽ അവരുടെ കേന്ദ്ര സമിതി ഇന്നലെ എത്തിയിട്ടുണ്ട്. അതിൽ നമ്മൾക്ക് അതിയായ സന്തോഷം. അതുമായി ബന്ധപ്പെട്ട് പരമാവധി സംഘടനകളെ ഒരുമിപ്പിച്ചുകൊണ്ടുള്ള പരിപാടിക്ക് വേണ്ടിയുള്ള ഒരു പരിശ്രമം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി 20-ാം തീയതി എറണാകുളത്ത് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ പോയില്ല. ഞാൻ സാർക്കും പോകാമെന്നാണ് വിചാരിച്ചത്. പോകാൻ കഴിഞ്ഞില്ല. ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്. ആ കമ്മിറ്റി കൂടി സംസ്ഥാന തലത്തിൽ തന്നെ എല്ലാ ഭാഗത്തും ഇത്തരം ഒരു പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കാൻ വേണ്ടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഓരോ സ്ഥലത്തെയും കിട്ടുന്ന പ്രാദേശികമായി കിട്ടുന്ന സംഘടിപ്പിക്കാൻ പറ്റുന്ന സംഘടനകളെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് തീരുമാനം. ഇപ്പോൾ താൽക്കാലികമായി ഒരു ഡേറ്റ് തീരുമാനിച്ചിട്ടുള്ളത് നവംബർ 28 നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു പരിപാടി. പക്ഷെ അത് ഫൈനൽ ആയിട്ടില്ല. അത് നമുക്ക് കൂട്ടായി നമ്മുടെ കമ്മിറ്റിയും കൂടെ ചേർന്നിട്ട് നമുക്ക് അത് ആലോചിക്കാം. അപ്പം അങ്ങനെ ഒരു തീരുമാനമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ തിരഞ്ഞെടുപ്പ്, നമ്മുടെ മറ്റ് സമ്മേളനങ്ങൾ ഇനി എന്തായാലും അല്പം വ്യത്യാസമുണ്ടല്ലോ. അതിനിടയ്ക്ക് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്കെതിരെയുള്ള ഒരു പ്രക്ഷോഭ പരിപാടി കൂടി നമ്മൾ ആലോചിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി അറിയിക്കുകയാണ്. എന്തായാലും വേറെ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നമ്മുടെ ജില്ലാ സമ്മേളനം പരമാവധി ഭംഗിയാക്കാൻ എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള സഹകരണം ഉണ്ടാവണം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാ ആളുകളെയും നമ്മളുമായി ബന്ധമുള്ള യുക്തിവാദി രംഗത്ത് അല്പമെങ്കിലും ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള എന്തെങ്കിലും നമ്മുടെ ഒരു മീറ്റിങ്ങിൽ വന്നു പോയിട്ടുള്ള ഏതൊരു മുഖത്തെയും നേരിട്ട് കാണുകയും ആശയപരമായ ചില കാര്യങ്ങളിലൊക്കെ അവർക്ക് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. യുക്തിവാദം എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു പോയിന്റിൽ എല്ലാവരും എത്തണം എന്നുള്ളതൊന്നുമല്ല യുക്തിവാദം. അവരെ ചിന്തിക്കുന്ന ആളുകളെ അവരുടെ ചിന്ത പരമാവധി യുക്തിപൂർവമാക്കിക്കൊണ്ട് നമുക്ക് ഒരേ രീതിയിൽ പരമാവധി പോകാവുന്ന മേഖലകൾ, യോജിപ്പിന്റെ മേഖലകൾ പരമാവധി ഉണ്ടാക്കിക്കൊണ്ട് വിയോജിപ്പിന്റെ മേഖലകൾ കുറച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് സംഘടനാ പ്രവർത്തനം നടത്താമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഔപചാരികമായി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഏവർക്കും അഭിവാദ്യം.